ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമ്മൾ കുറച്ച് കമൻറ്റ് റിയാക്ഷനും കാര്യമൊക്കെയാണ് വന്നിട്ടുള്ളത്. അതും ഓരോരോ യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്ന് കുറേ കൊച്ചു പിള്ളേർ എന്ന് മണ്ടത്തരം വിളിച്ചു പറയുന്ന കുറച്ച് കമൻറ്റും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ അവരുടെ വീഡിയോയുടെ അടിയിൽ ചെന്ന് ബ്രോ ഡയമണ്ട് തരുമോ, പൈസ തരുമോ, റെഡിയും കോഡ് തരുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവർക്കുള്ള റിപ്ലൈ കൂടിയാണ് ഈ ഒരു വീഡിയോ. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലോട്ടും കാര്യമൊക്കെ പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ആയിരിക്കും കാര്യമൊക്കെ ഇൻട്രോ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം വെറുതെ ഇൻട്രോയും കൂടെ കൊടുത്തെന്തിനാണ് ഗൈസ് വെറുതെ വീഡിയോയുടെ ലെങ്ത്തും കാര്യമൊക്കെ കൂട്ടുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ കമൻറ്റും കാര്യമൊക്കെ നോക്കാം. ബ്രോ, എനിക്ക് എന്തെങ്കിലും എടുത്ത് തരുമോ? കുറേ ചോദിക്കുന്നു. ഹലോ അണ്ണ, പുതിയ പാസ് കൊടുക്കൂ എന്ന് പറഞ്ഞില്ലേ? എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ഇതുവരെ അധികം ടോപ്പപ്പ് ചെയ്തിട്ടില്ല, പാസ് ഒന്നും എടുത്തിട്ടുമില്ല. പ്ലീസ് ബ്രോ, പറ്റുമെങ്കിൽ അവനൊന്ന് എടുത്ത് കൊടുക്കാമോ? ഗൈസ്, ഞാൻ ഈ ബുയ്യ പാസ്, എലീറ്റ് പാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ് എന്താണ് ഈ പുതിയ പാസ്? ഗൈസ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ആ ഒരു മനസ്സ് കാര്യമൊക്കെ നോക്ക്. അവൻ അവന് വേണ്ടിയല്ല ചോദിക്കുന്നത്, അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഏട്ടാ, ഒരു അക്കൗണ്ട് തരാമോ? ഏട്ടന് പറ്റുന്ന അക്കൗണ്ട് തന്നാൽ മതി, ഞാൻ കുറേ ചോദിക്കുന്നു. എൻ്റെ പൊന്നു ബ്രോ, നീ ചോദിക്കുന്ന സമയം കൊണ്ട് നീ ഒരു ന്യൂബ് അക്കൗണ്ട് തുടങ്ങി കളിക്കുവാണ്. അതിപ്പോൾ ഒരു പ്രോ അക്കൗണ്ടായിട്ട് അത്യാവശ്യം ലെവലും ആയി. പിന്നെ എൻ്റെ ബ്രോ, ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ റിച്ച് അക്കൗണ്ട് വേണമെന്നൊന്നുമില്ല. കളിക്കണമെന്നുള്ളവന് ഏത് അക്കൗണ്ട് വേണമെങ്കിലും കളിക്കും. ഇപ്പോൾ ഗസ്റ്റ് അക്കൗണ്ട് ആണെങ്കിലും ഗൂഗിൾ അക്കൗണ്ട് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും കളിക്കണമെന്നുള്ളവന് ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങി സിമ്പിളായിട്ട് കളിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നീ ഇങ്ങനെ എന്തിനാണ് ഈ കണ്ടവൻ്റെ കമൻറ്റിൽ പോയി ഇങ്ങനെ അക്കൗണ്ട് തരുമോ എന്ന് ചോദിച്ചാൽ അവൻ തരുന്ന നോക്കിയിരിക്കുന്നതെന്നാണ് എനിക്കറിയാത്തത്. എൻ്റെ കയ്യിലും അച്ഛൻ്റെ കയ്യിലും മന്ത്ലി എടുക്കാനുള്ള ക്യാഷ് ഇല്ല. എൻ്റെ പൊന്നു ബ്രോ, നിൻ്റെയിലും ക്യാഷില്ല, നിൻ്റെ അച്ഛൻ്റെയിലും ക്യാഷില്ല, പിന്നെ നീ എന്തിനാണ് ഈ മന്ത്ലി എടുക്കാൻ പോകുന്നത്? ഗൈസ്, ഞാൻ ഒരിക്കലും ടോപ്പപ്പ് ചെയ്യലെന്നൊന്നും പറയുന്നില്ല. ഈ ടോപ്പപ്പ് ചെയ്യാതിരിക്കുന്ന അവനവൻ്റെ ഇഷ്ടമാണ്. എന്ന് വെച്ച് ഈ കണ്ട കമൻറ്റിൽ പോയി എല്ലാം പോയി തെണ്ടുന്നത് എന്തിനാണെന്ന് എനിക്കറിയാത്തത്. പിന്നെ ഇവനാണെ അവൻ്റെ അവൻ്റെയിലും പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഈ പൈസ ഇല്ല, പിന്നെ ഇവൻ എന്തിനാണ് ഈ മന്ത്ലി എടുക്കാൻ വേണ്ടി എല്ലാവരും പോയി തെണ്ടിക്കൊണ്ടിരിക്കുന്നത്? പ്ലീസ്, ഞാൻ ബ്രോയ്ക്ക് വേണേൽ റെഡിയും തരാം. ഗൈസ്, അപ്പോൾ ഇത് അവൻ തന്നെയാണ്. അവൻ്റെ അച്ഛൻ്റെ കയ്യിലും പൈസ ഇല്ലെന്ന് പറഞ്ഞവനാണ് അങ്ങോട്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ബ്രോ എടുത്തു തരാവൂ, ഞാൻ അങ്ങോട്ട് റെഡിയും തരാമെന്ന്. എടാ പൊട്ട, ആ റെഡിയും കോഡ് വെച്ച് നീയെ ടോപ്പ് ചെയ്യണം മണ്ട. ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യം കൂടെ പറയാം. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു കണ്ടൻറ് ആക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരിക്കലും ആക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആക്കിയെന്ന് വെച്ചാൽ എനിക്കൊരു കണ്ടൻറ് ഇല്ലാത്തപ്പോൾ അങ്ങ് കണ്ടൻറ് എടുത്താക്കി. പിന്നെ എനിക്കിങ്ങനെ ഓരോരുത്തർ എന്ന് അവിടെ ഇങ്ങനെ കണ്ടവന്മാരുടെ കമൻറ്റ് ബോക്സിൽ ചെന്ന് ബ്രോ റെഡീം തരുമോ, ടോപ്പ് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ് കുറേ കമൻ്റ് ഉണ്ട്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം വേണ്ടാന്ന് വെക്കുമായിരുന്നു ചെയ്യുന്നത്. അതൊന്നും ആഡാക്കണ്ട എന്ന് കരുതി. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെന്ന് കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാവൊന്നും പോകുന്നില്ല. ഇവന്മാർ തരത്തുമില്ല. അവന്മാർ നല്ല ഏതൊരു യൂട്യൂബർ ആണെങ്കിലും നിങ്ങൾ ചെന്ന് കമൻ്റ് ഇട്ടാൽ ഒരു പരിചയമില്ലാത്ത നിങ്ങൾക്ക് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെച്ച് ഒരിക്കലും ആരും നിങ്ങൾക്കൊന്നും എടുത്ത് തരത്തില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഗൈസ്. പിന്നെ ഫ്രീ ഫയർ ടോപ്പ് ചെയ്യണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഫ്രീ ഫയർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ടോപ്പ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജും കാര്യമൊക്കെ തരുന്നുണ്ട്. എന്ന് വെച്ച് നിങ്ങൾ വെറുതെ ടോപ്പ് ചെയ്ത് പൈസ കളയാതിരിക്കുക. പൈസ ഇല്ലാത്തവർ പൈസ കൊണ്ടേ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുക. പിന്നെ ഇങ്ങനെ കണ്ടവന്മാരോട് തെണ്ടി അങ്ങ് നടക്കാതിരിക്കുക. അത് മെയിനായിട്ട് നോക്കുക. വെറുതെ കണ്ടവൻ്റെ കമൻറ്റിൽ പോയി ബ്രോ ഡ്രോപ്പ് എടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാതിരിക്കുക ഗൈസ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാനാണ് ഞാൻ സത്യം പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലും കാര്യമൊക്കെ 200 സബ്സ്ക്രൈബേഴ്സും കാര്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ അടുത്ത റോഡ് ടു എന്ന് പറയുന്നത് 300 സബ്സ്ക്രൈബേഴ്സാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കിടിലം വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ.